കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 25 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് സീനായ് മലയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ദേശം കർത്താവിനൊരു സാബത്ത് ആചരിക്കണം. 6 വർഷം നീ നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിവള്ളി വെട്ടിയൊരുക്കി ഫലമെടുക്കുകയും ചെയ്യുക. എന്നാൽ 7-ാം വർഷം ദേശത്തിന് വിശ്രമത്തിനുള്ള കർത്താവിൻ്റെ സാബത്തായിരിക്കും. ആ വർഷം നിലം വിതയ്ക്കുകയോ മുന്തിരിവള്ളി മുറിക്കുകയോ ചെയ്യരുത്. താനെ മുളച്ച് വിളയുന്നവ നിങ്ങൾ കൊയ്യരുത്. വള്ളികൾ മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കുകയുമരുത്, കാരണം അത് ദേശത്തിൻ്റെ വിശ്രമ വർഷമാണ്. പ്രിയമുള്ളവരെ, മനുഷ്യർക്ക് സാബത്ത് നിശ്ചയിച്ചു തന്ന കർത്താവ് മണ്ണിനും സാബത്ത് നിശ്ചയിക്കുകയാണ്. നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് നിങ്ങൾ സാബത്ത് ആചരിക്കണം. നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ദേശം കർത്താവിനൊരു സാബത്ത് ആചരിക്കണം. കാരണം വിഗ്രഹാരാധനയുടെ നാടായിരുന്നു ഒരിക്കലത്. 5ഓളം വംശങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജീവിച്ചിരുന്ന കനാൻ ദേശം മ്ലേച്ഛതയുടെയും തിന്മയുടെയും ഈറ്റില്ലമായിരുന്നു. അവരുടെ ദുഷ്ടത പെരുകി അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിയപ്പോഴാണ് അവിടെ താമസിച്ചിരുന്ന 5ഓളം ജനതകളെ കർത്താവ് പുറത്താക്കുകയും പകരം ഇസ്രായേൽ ജനത്തെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് ആ മണ്ണിൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി ഒരു സാബത്ത് വർഷം പ്രഖ്യാപിക്കുകയാണ്. ആദ്യത്തെ 6 വർഷം നിലം വിതയ്ക്കുകയും മുന്തിരിവള്ളി വെട്ടിയൊരുക്കി ഫലമെടുക്കുകയും ചെയ്യാം. എന്നാൽ 7-ാമത്തെ വർഷം ദേശത്തിനും വിശ്രമത്തിനുള്ള കർത്താവിൻ്റെ സാബത്തായിരിക്കും. ആ വർഷം നിലം ഉഴുവാനോ വിതയ്ക്കുവാനോ മുന്തിരിവള്ളി മുറിക്കുവാനോ മാറ്റി നടുവാനോ പാടില്ല. താനേ മുളച്ച് വിളയുന്നവ പോലും കൊയ്യുവാൻ പാടില്ല. വള്ളികൾ മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കുവാനും പാടില്ല, കാരണം ആ ദേശം വിശ്രമം ആചരിക്കുകയാണ്. അപ്പോൾ മണ്ണിനും ഒരു വിശ്രമം ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് എല്ലാ ജോലികൾക്കും ഒരു വിശ്രമ ദിനം ആവശ്യമാണ്. എല്ലാ ദിവസവും ജോലി ചെയ്യുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്രമിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തോടൊപ്പമായിരിക്കുവാനും കുടുംബാംഗങ്ങൾക്കൊപ്പം അധ്വാനത്തിൽ നിന്ന് മാറി വിശ്രമിക്കുവാനും ഒക്കെ ഒരു സമയം ആവശ്യമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ആ സമയം വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ്. അത് നാം വെറുതെ പാഴാക്കിക്കളയുന്നൊരു സമയമല്ല, മറിച്ച് നമ്മുടെ ആന്തരികമായ ബന്ധങ്ങൾ വളർത്തുവാനും ആ ബന്ധങ്ങളിലൂടെ ജീവിതത്തെ കരുപിടിപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ വർഷം നാം അധ്വാനിക്കുവാൻ പാടില്ല. ആ മണ്ണിനും ഒരു അധ്വാനത്തിൻ്റെ ഭാരം കൊടുക്കുവാൻ പാടില്ല. താനേ വിളയുന്നവ പോലും നാം പിഴുതെടുക്കുവാനോ അതുപയോഗിക്കുവാനോ പാടില്ല എന്ന് വചനം പറയുന്നു. ദേശത്തിൻ്റെ സാബത്ത് നിങ്ങൾക്ക് ഭക്ഷണം പ്രദാനം ചെയ്യും. നിനക്കും നിന്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും എല്ലാ ദേശത്തെ മൃഗങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾ ആഹാരമായിരിക്കുമെന്നും വചനം പറയുന്നു. ദേശത്തിൻ്റെ സാബത്ത് നിങ്ങൾക്ക് ഭക്ഷണം പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവുമുള്ള അധ്വാനമല്ല ശരിക്കും നമുക്ക് ഭക്ഷണം പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ജീവിക്കുവാൻ വേണ്ടി മുഴുവൻ സമയവും ജോലി ചെയ്യുക എന്നുള്ളത് വചനപ്രകാരം ശരിയായൊരു കാര്യവുമല്ല. അതുകൊണ്ട് വിശ്രമിക്കുവാനും ഒപ്പമായിരിക്കുവാനും പലരോടൊപ്പം വിശ്രമിച്ച് ജീവിതത്തിൻ്റെ ആ സന്തോഷം പങ്കിട്ട് ദൈവത്തിന് നന്ദി പറയുവാനുള്ളൊരു വർഷമായിട്ടാണ് നാം അതിനെ കാണേണ്ടത്. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്.